ഇതാണ് ഹീറോ എക്സ്ട്രീം 125. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു 125cc എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സൂപ്പർ ബൈക്കിൻ്റെ ലുക്കൊക്കെ നിനക്ക് തോന്നും. പക്ഷേ ഇത് ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്. പിന്നെ ഇതൊരു സേഫസ്റ്റ് കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് തന്നെ പറയാം. കാരണം 125cc ABS കൊണ്ടുവന്ന ഒരേ ബൈക്ക് ഇതായിരിക്കണം. ഇതിൽ ഡ്യുവൽ ചാനൽ ABS ഒന്നുമല്ല, സിംഗിൾ ചാനൽ ABS. എന്തായാലും ABS ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അത് ഏത് വണ്ടിയിലായാലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കറൻറ്റ്ലി DRLും കാര്യങ്ങളൊന്നും കണക്റ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇതൊന്നും കത്തിച്ച് കാണിക്കാൻ പറ്റില്ല. ലോഡ് വന്ന വണ്ടിയാണ്. കണ്ടാൽ അറിയാൻ പറ്റും. ക്ലച്ചിലേക്ക് തന്നെ പിടിച്ച് അത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. ഇതിൻ്റെ ABS ഇല്ലാത്തൊരു വെർഷനും വരുന്നുണ്ട്. അതിനെനിക്ക് ഒരു 2000-3000 രൂപ വ്യത്യാസം, റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 1,32,000. പിന്നെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണും ചെറിയ രീതിക്ക് വ്യത്യാസം വരും. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം LED ആണ് വരുന്നത്. അതേപോലെ ടെയിൽ ലൈറ്റും സ്റ്റോക്കായിട്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ഹഗ്ഗർ വരികയാണെങ്കിൽ നമ്മുടെ NSലും RSലൊക്കെ കാണുന്ന പോലെ ഒരു സിംഗിൾ സൈഡ് ഹഗ്ഗറാണ്. ഒറ്റ സൈഡിൽ മാത്രമേ ഹഗ്ഗറിന് കണക്ഷൻ ഉള്ളൂ. പിന്നെ നോർമൽ കമ്പ്യൂട്ടർ ബൈക്കിന് വ്യത്യാസമായിട്ട് നോർമൽ കമ്പ്യൂട്ടർ ബൈക്സിനൊക്കെ ഈ ഒരു ഫെൻഡർ അതിൽ കൂടെ തന്നെ ഇതിപ്പോൾ ഡ്യൂക്കും KTMലൊക്കെ പോലെ എക്സ്റ്റൻഡ് ഫെൻഡറും LED കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു എഞ്ചിൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കുറച്ചൊരു അട്രാക്റ്റീവ് ലുക്കിനാണ് തോന്നുന്നത്. ഒരു റെഡ് കളർ സ്പാർക്ക് പ്ലഗിൻ്റെ ക്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കിക്ക് സ്റ്റാർട്ടുണ്ട്. നോർമൽ വണ്ടികളെക്കാട്ടി ഈ ഒരു ഓയിലൊക്കെ നോക്കുന്ന ഗ്യാപ്പ് ഇതിൽ കുറച്ചുകൂടെ വലുതാണ്. ഫ്രണ്ട് ABS, ബാക്കിൽ ഒരു നോർമൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്, റൈഡ് റിവ്യൂ അല്ല. കാരണം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ലിസ്റ്റേക്ക് ചാർജ് ചെയ്ത് പഴയ ക്ലിപ്പൊക്കെ ഡിലീറ്റാക്കി എല്ലാം എടുത്ത് വെച്ചതായിരുന്നു. ആ ഒരു ഇതിൻ്റെ മൗണ്ട് വരെ സെറ്റ് ചെയ്തു. പക്ഷേ വരുന്ന വഴിക്ക് ക്യാമറ മാത്രം എടുക്കാൻ മറന്നുപോയി. പിന്നെ അല്ലെങ്കിലും കിട്ടില്ല. കാരണം ഇതിപ്പോൾ ലോഡ് വന്ന വണ്ടിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിതിൽ ലൈറ്റ് പോലും എനിക്ക് കത്തിച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊന്നും കണക്റ്റഡേ അല്ല. ടയർ സൈസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 90 സെഷൻ്റെ ടയറും ബാക്കിൽ 120 സെഷൻ്റെ ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു എക്സോസ്റ്റ് കുറച്ചൊന്നും ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ആണെങ്കിലും കുറച്ച് തിക്കായിട്ടുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡിങ് പിന്നെ ഇതിൽ മോണോഷോക്കാണ് വരുന്നത് ഈ ഒരു കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിളിൽ. ഈ 125cc വൺ ഓഫ് ദ സേഫസ്റ്റ് മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇത് അടുത്തു നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സൂപ്പർ ബൈക്കിൻ്റെ ലുക്ക് എന്തായാലും കിട്ടും. പക്ഷേ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെർഷനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്താൽ മതി. പിന്നെ ഇത് തന്നെ ഗിയർ പോഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി കണക്റ്റഡല്ലാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അത് ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഹോണ് ഇൻഡിക്കേറ്റർ ജസ്റ്റ് ബേസിക് ഫങ്ഷൻസ്. പിന്നെ ഹസാർഡിനായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിൽ സ്വിച്ചും സ്റ്റാർട്ട് സ്വിച്ചും ഇൻറ്റഗ്രേറ്റഡാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് ഓഫ്, ഓണ്, പിന്നെ അവിടെ നിന്ന് താഴോട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ഗിയർ പോഷൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പറഞ്ഞല്ലോ ബാറ്ററി കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് കാണിക്കാൻ ഒരു നിർവാഹവുമില്ല. ഫ്രണ്ട് ഡെസ്കിൻ്റെ സൈസ് വരുന്നത് 276 mm. പിന്നെ ഇതിൽ ഒരു സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നോർമൽ കമ്പ്യൂട്ടർ സീറ്റിലേക്ക് ഒരു സിംഗിൾ സീറ്റ് ആയിരിക്കും. ഇതിൽ സ്പ്ലിറ്റ് സീറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു 10 ലിറ്ററാണ്. അത് കുറവായിട്ട് തോന്നിയാലും വണ്ടിയുടെ റേഞ്ചൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് കൂടുതലാണ്. ഇതിനെന്തായാലും ഒരു 60+ മൈലേജ് കിട്ടണം. അപ്പോൾ 60 × 10 600 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിയാണ്. അപ്പോൾ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നിങ്ങളത് അഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടി ആരും ഓടിച്ച് വെച്ച് പൊളിക്കാനോ റേസിങ്ങിനൊന്നും ആയിരിക്കില്ല എടുക്കുന്നത്. ജസ്റ്റ് ജോലിക്കല്ലോ പോകാനോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് പോകാൻ ജസ്റ്റ് ഒരു വാഹനമായിട്ട് മാത്രമേ ഈ ഒരു വണ്ടി എടുക്കുന്നുള്ളൂ. പിന്നെ ആ ഒരു കമ്പ്യൂട്ടർ ബൈക്കിൽ തന്നെ എടുക്കുന്നെങ്കിൽ കുറച്ച് സേഫ്റ്റിയും ലുക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് ഈ ഒരു വണ്ടിയിലോട്ട് പോകാം ഉറപ്പായിട്ടും. അതായത് കുറച്ച് പവർ ക്രൈവഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റിയൊരു വണ്ടി. അതായത് കമ്പ്യൂട്ടർ ബൈക്കാണല്ലോ ആദ്യമേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പവറേ ഈ വണ്ടിക്കുള്ളൂ. ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു റെഡ് കളറും ഉണ്ട്. ഞാൻ റോഡിൽ കൂടെയൊക്കെ ഓടിച്ചിട്ട് പോകുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അഥവാ DRL. പിന്നെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിക്ക് ഇതൊന്നും കത്തിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ. ഇതാണ് ഇതിൻ്റെ ABSൻ്റെ സെൻസർ. കേബിൾസൊക്കെ ബ്രേഡഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബ്രേക്കിങ്ങിൻ്റെ ബൈറ്റൊക്കെ കിട്ടും. പിന്നെ ബാക്കിൽ ഡ്രമ്മാണ്. അത് മാത്രമേ ഒരു കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിൽ സെൻട്രൽ സ്റ്റാൻഡും ഇൻബിൽഡായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് 794 mm ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളോട്ടൊക്കെ കാര്യമെങ്കിൽ പഴയ നമ്മളെ ഗ്ലാമർ 125ൻ്റെ സെയിം എഞ്ചിൻ. അതിൽ കുറച്ച് ട്യൂണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പവർ വ്യത്യാസമൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ലുക്കും ABSും ഒക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗേസ്, വണ്ടി സ്റ്റാർട്ടാക്കി കാണിക്കാൻ പറ്റുമെന്ന്. ഇതിലെല്ലാ സാധനവും ഡിസ്കണക്റ്റഡാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ കമൻറ്റിനൊക്കെ അനുസരിച്ചും വണ്ടിയുടെ അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച് ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ പറയില്ല. പറ്റുമെങ്കിൽ ലൈക്ക് കൂടി അടിച്ചേക്ക്. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.